ഞാൻ വരാം. ഇപ്പോൾ ശ്രീ പ്രകാശ് ബാബു തന്നെ തത്സമയം നമുക്കൊപ്പം ടെലിയിൽ ഉണ്ട്. ശ്രീ പ്രകാശ് ബാബു, വെരി ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ആദ്യമേ ചോദിക്കാം ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ്. ഓണമൊക്കെ സുഖമായിട്ട് പോയി. ഓക്കെ, തിരുവനന്തപുരത്ത് കോഴിക്കോടാണ്. ഞാനിപ്പം കോഴിക്കോടാണ്. കോഴിക്കോട് ഒരു പാർട്ടി പരിപാടിയായിട്ട്. ഓക്കെ, ഞാൻ ചുരുക്കി ഒന്ന് ചോദിക്കാം. ഞാനിപ്പോൾ ടി പി രാമകൃഷ്ണനുമായിട്ട് ലൈവിൽ സംസാരിച്ചിരുന്നു. അങ്ങ് എഴുതിയ ലേഖനം വായിച്ചു, ശ്രീജിത്ത് അത് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ADGPയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങയുടെ അതേ നിലപാടാണ് LDF കൺവീനർ എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു സംശയം, PV അൻവർ ഈ വിഷയം ഉന്നയിച്ചിട്ടും CPI പലതവണ തൃശ്ശൂരും വയനാടുമുള്ള 2 ജില്ലാ കമ്മിറ്റി സെക്രട്ടറിമാർ ഈ വിഷയം ആവർത്തിച്ചു പറഞ്ഞിട്ടും ADGP അജിത് കുമാർ ഇപ്പോഴും ക്രമസമാധാന നിലയിൽ തുടരുകയാണ്. അതിലൊരു പന്തികേടില്ലേ ശ്രീ പ്രകാശ് ബാബു? അതുകൊണ്ടാണല്ലോ ഇന്നത്തെ ജനയത്തിൽ അങ്ങനെ ലേഖനം എഴുതേണ്ടി വന്നത്. അതിൽ പന്തികേടില്ല എന്ന് തോന്നിയിരുന്നെങ്കിൽ ഒരിക്കലും വീണ്ടും ഒരു ലേഖനത്തിൽ കൂടി അത് ആവശ്യപ്പെടത്തില്ലല്ലോ. അതായത് ക്രമസമാധാന നിലയിൽ ഇപ്പോഴും ADGP തുടരുന്നത് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമായ ഒരു കാര്യമല്ല. അല്ല, നിശ്ചയമായിട്ടുമല്ല. കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ആശയപരമായി നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രുപാളയത്തിൽ നിൽക്കുന്ന സംഘടനയാണ് RSS. ഇന്ത്യയിലെ ഹിന്ദുത്വ വർഗീയ ശക്തികളുടെ പ്രകൃതിയാണ് RSS എന്ന് പറയുന്ന സംഘടന. അതാണ് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ വിലയിരുത്തൽ. ആ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ നയിക്കുന്ന ഒരു ഗവൺമെന്റിൽ അതിന്റെ ഒരു സുപ്രധാന ചുമതല വഹിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അത്തരത്തിൽ RSS നേതാക്കളുമായിട്ട് കൂടിയാലോചന നടത്തി എന്ന് പറയുന്നത് എന്തിനാണ് അദ്ദേഹം പോയത്? തന്റെ വ്യക്തിപരമായ വല്ല കാര്യത്തിനുമാണോ, മറ്റ് കുടുംബാംഗങ്ങളുടെ വല്ല കാര്യത്തിനുമാണോ? അത് അദ്ദേഹം പറയണം. അല്ലെങ്കിൽ ആ ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ആ സന്ദർശനം നടത്തിയത് ഒരു കാരണവശാലും ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമേ ഇല്ല. അതുകൊണ്ടാണ് അദ്ദേഹം അത് വ്യക്തമാക്കണം. ആഭ്യന്തര വകുപ്പിനോടെങ്കിലും എനിക്ക് ഇന്നതുപോലെ ഒരു ആവശ്യമുണ്ട്, അവരെ കാണാനായിട്ട് ഇങ്ങനെ പോയതാണ് എന്ന് പറയണം. ഇതുവരെ അദ്ദേഹം അത് പറഞ്ഞിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ അങ്ങനെ പോയി എന്നും ഈ 2 പേരെയും കണ്ടെന്നും പറഞ്ഞത്. അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രഖ്യാപിതമായ നയങ്ങൾക്ക് വിരുദ്ധമായ ഒരു സമീപനമാണ്. അതുകൊണ്ടാണ് അത് വീണ്ടും ആവശ്യപ്പെടുന്നത്. അതായത് അത് വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അത് ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അതിൽ ഡിപ്പാർട്ട്മെന്റിനെ, അദ്ദേഹത്തിന്റെ മേധാവിയുടെ ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചിട്ട് വേണമായിരുന്നു പോകാൻ. അല്ലെങ്കിൽ അവരോട് പറയുന്നത് ഇന്ന ആവശ്യത്തിനാണ് ഞാൻ പോയത്. ഇത് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് വലിയ ആയുധം കൊടുക്കുകയാണെന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? കാരണം ഈ ക്രമസമാധാന ചുമതലയിൽ എത്രത്തോളം ഇരിക്കുന്നുണ്ടോ അത്രത്തോളം പ്രതിപക്ഷവും ഈ വിഷയം ഉന്നയിക്കും. അല്ല, പ്രതിപക്ഷം നേരത്തെ തന്നെ ആ വിഷയം ഉന്നയിച്ചു കഴിഞ്ഞല്ലോ. പ്രതിപക്ഷമാണല്ലോ ആ വിഷയം ആദ്യമേ തന്നെ ഉന്നയിക്കുകയും ഇവരെ കണ്ട കാര്യമൊക്കെ പറയുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങളായിട്ട് പ്രതിപക്ഷത്തിന് ഒരു ആയുധം കൊടുക്കേണ്ടുന്ന കാര്യമില്ല. ഇപ്പം പ്രതിപക്ഷത്തിന് ആയുധം കൊടുത്തേക്കുന്നത് ADGP ആണ്. ഈ ADGP ഒറ്റയ്ക്ക് വിചാരിച്ചാൽ മാറാൻ കഴിയില്ലല്ലോ. അപ്പോൾ ADGPയെ മാറ്റണമെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനായി വരണം. ആ പൊളിറ്റിക്കൽ ഡിസിഷൻ പക്ഷേ എടുക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് താങ്കൾ കരുതുന്നത്? അത് LDF തന്നെ ഗവൺമെന്റിന് ആവശ്യമായ നിർദ്ദേശം കൊടുക്കുമെന്നാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അതെ, CPI കാര്യത്തിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല. അല്ല, CPI അല്ല, ഇടതുപക്ഷ പാർട്ടികളെ അതിൽ പിന്നോട്ട് പോകാൻ പാടില്ല. RSSനെ സംബന്ധിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്ത്യയിൽ ഒരു പ്രഖ്യാപിതമായ നയമുണ്ട്. അത് പാർട്ടി സമ്മേളനങ്ങൾ CPIയുടെയും CPNന്റെയും സമ്മേളനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ നയമാണ്. അതിൽ വെള്ളം ചേർക്കാൻ ആർക്കും കഴിയില്ല. അതായത് നിലവിൽ ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന ഒരു നിലപാട് DGPയുടെ അന്വേഷണം നടക്കട്ടെ, ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം നടപടിയാകാമെന്നാണ്. പക്ഷെ അതൊരു മാസം എടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അതിലാണ് ഞാൻ ഇന്നത്തെ ലേഖനത്തിൽ ക്ലാരിഫൈ ചെയ്തത്. ഒരു ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ കൊണ്ടോ മറ്റാരെങ്കിലും കൊണ്ട് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരാനുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല ഇത്. രാഷ്ട്രീയ തീരുമാനമാണ്. അതായത് എത്ര വൈകുന്നോ അത്രയും ഡാമേജ് ഉണ്ടാവും, അത്രയും മങ്ങൽ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടാവും. ഇന്നാണെങ്കിൽ അതായത് ആ തീരുമാനം എടുക്കേണ്ടത് രാഷ്ട്രീയമായിട്ട് ഇടതുമുന്നണി ആവശ്യപ്പെടണം. TP രാമകൃഷ്ണനും എനിക്കൊന്നും ഇക്കാര്യത്തിൽ താങ്കളുടെ നിലപാടിനോട് യോജിച്ച് നിൽക്കുകയാണ്. പക്ഷേ മാറ്റണമെന്ന കാര്യം എടുക്കേണ്ടത് സർക്കാരാണ്. സർക്കാരിന് നിർദ്ദേശം കൊടുക്കേണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന പാർട്ടിയാണ്. അപ്പോൾ CPM അല്ലേ ആ വിഷയത്തിലൊരു നിലപാടെടുത്ത് ആഭ്യന്തര വകുപ്പിനെ അറിയിക്കേണ്ടത്? അല്ല, ഇക്കാര്യത്തിൽ RSSനോടുള്ള സമീപനത്തിൽ CPIക്കോ CPMനോ വ്യത്യസ്തമായ നിലപാടുകളില്ല. 2 പാർട്ടികളും ഒരുപോലെയാണ് അതിനെ കാണുന്നത്.
ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ കാണിച്ച് ഒരു അതിമിടുക്കെന്നോ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് ആരെയെ കൊണ്ട് അന്വേഷിച്ച് ബോധിപ്പിക്കുന്ന കാര്യമില്ല. അതിന്മേൽ ഗവൺമെന്റാണ് തീരുമാനം എടുക്കേണ്ടുന്നത്. LDF-ന് ശുപാർശ ചെയ്യാനേ കഴിയുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ LDF-ന് ഇക്കാര്യത്തിൽ എനിക്കൊന്ന് RJD അടക്കം എനിക്കൊപ്പം അല്പസമയത്തിനുള്ളിൽ RJD പ്രതിനിധി കൂടി വർഗീസ് ജോർജ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ഞാൻ വർഗീസ് ജോർജിലേക്ക് കൂടി ഒന്ന് പോയി വരാം. അങ്ങ് ദയവ് ചെയ്ത് ഒരു നിമിഷം തുടരണം. ശ്രീ വർഗീസ് ജോർജ് ഇന്നിപ്പോൾ ശ്രീ പ്രകാശ് ബാബു ജനയുഗത്തിൽ എഴുതിയ ലേഖനത്തിലും ഞാനൊരു യോഗത്തിലാണ്. തീർച്ചയായും താങ്ക് യു പ്രകാശ് ബാബു. വളരെ വ്യക്തമാണ് താങ്കളുടെ നിലപാട്.